പത്തനംതിട്ട സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. അങ്ങനെ ആദർശിനെ ചതിച്ചവരെ കണ്ടെത്തി അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ പോവുകയാണ്. നായനെ വരച്ചു കൊടുക്കുന്ന മനോഹരമായ ഡിസൈനുകൾ ഡേവിഡിനെ കാണിച്ച് തൻ്റേതാണെന്ന് അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ വിശ്വാസതയും നേടി മാളവികയില്ലാതെ ഇനി AM ജുവലറിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ മാറ്റിയെടുക്കാനാണ് ആദർശിന്റെ പ്ലാന്. തന്നെ ചതിക്കുന്നത് കുടുംബത്തിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ അതിനി ആര് തന്നെയായാലും തനിക്കിനി ഒരു തിരിഞ്ഞു പോക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ആദർശ്. അതിനുവേണ്ടി നയല വരയ്ക്കുന്ന കളക്ഷൻസ് എല്ലാം മാളവികയെ കൊണ്ട് ഡേവിഡിനെ കാണിക്കുന്നുണ്ട്. ആദ്യമൊന്നും മാളവികയുടെ ഡിസൈനുകൾ ഡേവിഡ് മുഖവിലേക്ക് എടുത്തില്ല എങ്കിലും പിന്നീട് അവൾ വരയ്ക്കുന്ന ഡിസൈനുകൾ കണ്ടിട്ട് ഡേവിഡ് വല്ലാതെ ആശ്ചര്യപ്പെട്ടു. അയാൾ എന്നിട്ട് മാളവികയോട് പറയുന്നുണ്ട്, എനിക്കിത് മറ്റൊരാളെ കൂടെ കാണിക്കണമെന്ന്. ആ സമയത്ത് മാളവിക ചോദിക്കുന്നുണ്ട്, സാറല്ലേ ഈ ജ്വല്ലറിയുടെ മാനേജർ, സാറിനി ആരെയാണ് കാണിക്കേണ്ടത്, സാറിന് മുകളിൽ ഇനി ആരാണുള്ളത് എന്ന്. ആ സമയത്ത് ഡേവിഡ് പറയുന്നതുണ്ട്, മോളെ ഞാനിവിടെ ഇരുന്ന് കളി കാണുന്ന ഒരാളാണ് മാത്രം, എവിടെ ഇരുന്ന് എന്നെ കളിപ്പിക്കുന്നത് മറ്റൊരാളാണ്, അയാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് അംഗീകരിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന്. ഈ സമയത്ത് മാളവിക ആരും കാണാതെ തൻ്റെ മൊബൈലിലെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഡേവിഡ് പറയുന്നുണ്ട്, നാഗേന്ദ്ര എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളാണ് ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് എന്ന്. അങ്ങനെ നാഗേന്ദ്ര എന്ന പേര് കേൾക്കുന്നതും മാളവിക പുറത്തിറങ്ങിയതിനു ശേഷം ആദർശിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആദർശ്, ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു സംഭാഷണം അയച്ചിട്ടുണ്ട്, അതിൽ നാഗേന്ദ്ര എന്ന് പറയുന്ന ഒരാളെപ്പറ്റി ഡേവിഡ് സാറ് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ നാഗേന്ദ്ര എന്ന പേര് കേൾക്കുന്നതും താൻ എവിടെയോ കേട്ടിട്ടുള്ള, പണ്ട് തനിക്ക് എവിടെയോ ഓർമ്മ എന്നിരുന്ന ഒരു പേരാണ് എന്ന് ആദർശിന് മനസ്സിലാകുന്നുമുണ്ട്. ആദർശ് പെട്ടെന്ന് തന്നെ തൻ്റെ മൊബൈലിലെ ഫോൺ സംഭാഷണം ഓണാക്കി അത് ശ്രദ്ധിക്കുമ്പോൾ അതിൽ നാഗേന്ദ്രയുടെ പേര് പറയുന്നുണ്ട്. നാഗേന്ദ്രയുടെ ഒരു ഫോട്ടോയും മാളവിക അത് കണ്ടെത്തി അയച്ചിട്ടുണ്ടായിരുന്നു. നാഗേന്ദ്രയുടെ ആദ്യ ഫോട്ടോ കാണുമ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ എവിടെയോ കണ്ടിട്ടുള്ള ആ ഒരു ചിത്രം ഓർമ്മ വരുന്നുണ്ട്. ആദർശ് വല്ലാതെ ഇരുന്ന് ആലോചിച്ചതിന് ശേഷം അവന് മനസ്സിലാവുന്നുണ്ട്, തൻ്റെ കുഞ്ഞുനാളിൽ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന തൻ്റെ ചെറിയച്ഛൻ്റെ പേര് നാഗേന്ദ്ര എന്നായിരുന്നു. അന്ന് തൻ്റെ കുടുംബത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച നാഗേന്ദ്രയെ മുത്തശ്ശൻ കണ്ടെത്തി ആട്ടി ഇറക്കുകയായിരുന്നു. ആ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും നാഗേന്ദ്ര ഇത്ര നാളും കാത്തിരുന്നത്. എവിടെയോ ഒളിഞ്ഞിരുന്ന് അയാൾ ഈ കളി കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നാഗേന്ദ്രയാണോ ഇതിന് പുറകിലുള്ളത്? അപ്പോൾ ദുബായിൽ വെച്ച് എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയതും ഇതേ ഒരു നാഗേന്ദ്ര തന്നെയായിരിക്കും. നാഗേന്ദ്രയുടെ മകളാണ് അവന്തിക. അവന്തിക വീട്ടിൽ വന്ന് എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. അപ്പോൾ നാഗേന്ദ്രയുടെ ചാരപ്രവൃത്തി ചെയ്തത് അവന്തികയാണ്. അവന്തികയും നാഗേന്ദ്രയും കൂടെ ചേർന്നിട്ടാണ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നറിയുന്ന ആദർശ് വല്ലാതൊരു ഞെട്ടലോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. പെട്ടെന്ന് തന്നെ നയനിയെ ഫോൺ വിളിച്ച് ആദർശ് പറയുന്നുണ്ട്, നയനെ, എനിക്ക് പ്രധാനപ്പെട്ട 1-2 കാര്യം നിന്നോട് ഷെയർ ചെയ്യാനുണ്ട് എന്ന്. എന്താ ആദർശ് ഏട്ടാ, എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മൾ ചതിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് ആരാണ് എന്ന് എനിക്ക് പിടികിട്ടി നയന. മാളവിക ഇന്നൊരു ഫോൺ സംഭാഷണം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു നടുക്കം വിട്ടുമാറാൻ കുറേ സമയമെടുത്തു. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ആരാണ് ആദർശേട്ടാ, ആരാണ് നമ്മുടെ ചതിക്കാൻ ശ്രമിച്ചത്, ആരാണ് എന്ന്. അത് മറ്റാരുമല്ല നയന, പണ്ട് മുത്തശ്ശൻ ഇറക്കി വിട്ട നാഗേന്ദ്രൻ എൻ്റെ ചെറിയച്ഛനായിരുന്നു. അയാൾക്ക് മനസ്സിലാ ഒരു തീപ്പൊക ഇപ്പോഴും പോയിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ പിടികിട്ടി. അയാൾ ഇത് ഒരവസരം കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നയന. അപ്പോൾ അവന്തിക നമ്മളെ ചതിക്കുകയായിരുന്നോ ആദർശേട്ട എന്ന് നയന ചോദിക്കുന്നുണ്ട്. അവൾക്കും അത് വല്ലാതൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അവന്തിക എത്ര സ്നേഹത്തോടെ പാവത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറിയിരുന്നത്. അപ്പോൾ നാഗേന്ദ്രയുമായി ചേർന്ന് അവൾ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടാണല്ലേ വന്നത് എന്ന്. ആദർശനും അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. അതേ നയന, അവൾ ഇത്ര ഒരു സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഒരു പെങ്ങളായിട്ട് നമ്മൾ കരുതിയിട്ട് അവൾ നമ്മളെ ചതിക്കുകയായിരുന്നു. അവളെ അച്ഛനെ തകർത്തവരെ തകർക്കാൻ അവൾ അച്ഛനോടൊപ്പം കൂട്ടുചേർന്നിരുന്നു. അതുമാത്രമല്ല നയന, മറ്റൊരു കാര്യം കൂടെ മാളവിക എന്നോട് പറഞ്ഞിരുന്നു. ആ AM ജുവലറിയുടെ ഉടമ നാഗേന്ദ്രയാണ്, ഡേവിഡ് അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആദർശേട്ട, എല്ലാം കൊണ്ടും നമ്മളെ ചതിക്കാനാണല്ലോ അയാൾ പ്ലാൻ ചെയ്തിരുന്നത്. അതെ, എല്ലാം നമ്മുടെ മൂർത്തീസ് ജുവലറിയെ നശിപ്പിച്ചു കളയാൻ തന്നെയായിരുന്നു അവൻ്റെ പ്ലാന്. അതുമാത്രമല്ല, എന്നെ ദുബായിൽ വെച്ച് അകത്താക്കിയ സമയത്ത് ആ ഡേവിഡിൻ്റെ കൂടെ അബിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ അബിയും ജലജാൻ്റിയും നമ്മുടെ തകർക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആദർശേട്ട, ഇവരൊക്കെ എന്ത് ക്രൂരന്മാരാണ് ആദർശേട്ട. നമ്മളവിടെ നിന്ന് മുത്തശ്ശനോടൊക്കെ ഇത്ര സ്നേഹം കാണിച്ചിട്ട് നമ്മളെ തന്നെ ചതിക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അബി, അവൻ്റെ സ്വഭാവം നമുക്ക് നേരത്തെ അറിയാവുന്നുള്ളതല്ലേ. എന്നാലും നമ്മുടെ വീട്ടിൽ താമസിച്ചിരുന്നിട്ട് നമ്മളെ ചതിക്കാൻ അവനൊക്കെ എങ്ങനെ മനസ്സ് വന്നു ആദർശേട്ട എന്ന്.
ഇവർ മാത്രമല്ല, ഇവരുടെ പുറകിലും ഇനി ഏതോ വമ്പൻ ശക്തികളുണ്ട് എന്നാണ് മാളവിക എന്നോട് പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, ഈ വരുന്ന വിഷുക്കാലത്ത് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ AM ജ്വല്ലറി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി അനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അനി ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ നന്ദുവുമായിട്ടുള്ള പ്രണയകാര്യങ്ങൾ മാത്രമാണ് അനിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അനി മാനേജർ ആണെന്ന പോലുള്ള കാര്യങ്ങൾ പോലും അനി എപ്പോഴും മറന്നു പോകുന്നു. നന്ദുവുമായിട്ട് വഴക്കിട്ട ശേഷം ജ്വല്ലറിയിലുള്ള കാര്യങ്ങൾ യാതൊരു ശ്രദ്ധയും ചെലുത്താതെയാണ് അനി നടക്കുന്നത്. അങ്ങനെ ഒടുവിൽ തന്നെ തകർക്കുന്നത് നാഗേന്ദ്രയും അവന്തികയും കൂടെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആദർശ് അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. നയനോട് പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമുക്ക് അതേ നാണയത്തിൽ തന്നെ അവന് തിരിച്ചടി കൊടുക്കണം. ഒരിക്കലും അവൻ പ്രതീക്ഷിക്കാത്ത ആ ഒരു തിരിച്ചടി തന്നെയായിരിക്കണം കൊടുക്കണം. ഇത്രയും നാളും ഒളിവും മറിവും നടത്തി അവൻ നമ്മൾക്കെതിരെയല്ലേ കളിച്ചത്. ഇനി നീ നോക്കിക്കോ നയനെ, ആദർശിന്റെ തനി സ്വരൂപം അവൻ കാണാൻ പോവുകയാണ്. ഇനി ഒരിക്കലും അവനെ പുറം ലോകം കാണിക്കാത്ത വിധം അവനെ ഞാൻ അകത്താക്കും. നീ കണ്ടോ, അവൻ്റെ AM ജ്വല്ലറി ഞാൻ തകർത്ത് തരിപ്പടമാക്കും. തൻ്റെ എതിരാളിയെ കണ്ടെത്തിയ ശേഷം മുത്തശ്ശനോട് ആ കാര്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആദർശ് അവിടേക്ക് വന്നിരുന്നത്. ആദർശിനെ കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്ന ചെറിയൊരു ഹാസ്യത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, എന്താ ആദർശേ, നിന്റെ എതിരാളിയെ നീ കണ്ടുപിടിച്ചോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, നമ്മളുടെ കുടുംബത്തിൽ നിന്ന് എന്നെ ചതിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. മുത്തശ്ശൻ വലിയ അത്ഭുതത്തോടു കൂടിയാണ് ആദർശനോട് ചോദിക്കുന്നത്, ആരെയാ നീ കണ്ടെത്തിയത്? നമ്മുടെ കുടുംബത്തിലുള്ളതോ? പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ ഈ വീട്ടിൽ നിന്നും ഒരാളെ പുറത്താക്കിയിരുന്നില്ലേ, അതേ ഒരാൾ തന്നെയാണ് നമ്മുടെ മറിഞ്ഞിരുന്ന് ഇത്രയും നാളും നമ്മുടെ തകർക്കാനായിട്ട് നോക്കിയത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അത് വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയത് ആരാ മോനെ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നാഗേന്ദ്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ്റെ കണ്ണുകളാകെ തിളച്ചു മറിയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ അവനായിരുന്നു ഇത്രയും നാളും ഒളിഞ്ഞിരുന്ന് നമ്മളെ തകർത്തത്. അപ്പോൾ ആദർശ് പറയാണ്, നാഗേന്ദ്ര മാത്രമല്ല മുത്തശ്ശ, അയാളുടെ മകൾ അവന്തിക. ഈ ഒരു പേര് കേൾക്കുമ്പോൾ മുത്തശ്ശനങ്ങ് വല്ലാതെ അങ്ങ് നെട്ടലുണ്ടാക്കുന്നുണ്ട്. അവന്തികയോ? അപ്പോൾ ഇത്രയും നാളും നമ്മളോടൊപ്പം സ്നേഹം നടിച്ച് ഇവിടെ കഴിഞ്ഞത് നമ്മളുടെ നീക്കങ്ങൾ അറിയാനും നമ്മളെ തകർക്കാനുമായിരുന്നല്ലേ എന്ന്. അവരുടെ സംഭാഷണത്തിനിടയിൽ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവന്തിയെ കാണുമ്പോൾ ആദർശ് തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നു? അത് ആദർശേട്ട, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നു എന്ന് വളരെ സൽസ്വഭാവിയായിട്ടാണ് അവന്തിക്ക് ഉത്തരം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആദർശന് ദേഷ്യം സഹിക്കവയ്യാതെ ചോദിക്കുന്നുണ്ട്, നിന്റെ കൂട്ടുകാരി നിന്റെ അച്ഛനായിരുന്നോ നാഗേന്ദ്ര എന്ന്? ആദർശിൻ്റെ വായിൽ നിന്നും നാഗേന്ദ്ര എന്ന വാക്ക് കേൾക്കുമ്പോൾ അവന്തിക ഞെട്ടലോടുകൂടി അവനെ നോക്കുന്നുണ്ട്. ആ സത്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അവൾക്ക് പിടികിട്ടി. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അവളെ കയ്യിലിരിക്കുന്ന ഫോണിനെ വലിച്ചു പിടിച്ചെറിഞ്ഞിട്ട് അവളെ ഒരു റൂമിലേക്ക് തള്ളി വിടുകയാണ്. ഇനി നീ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോണ്ട. ഇനി നിന്നെ ഞാൻ പുറം ലോകം കാണിക്കാൻ അനുവദിക്കില്ല. ഇനി ഈ സത്യങ്ങൾ ഒരിക്കലും നാഗേന്ദ്ര തിരിച്ചറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ആദർശ് അവനെ ഇനി പൂട്ടാനായിട്ട് എന്താണ് വഴി എന്നുള്ള സഹായത്തിന് വേണ്ടിയിട്ട് നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അവനെ തെളിവ് സഹിതം ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പൊക്കിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ ഇത്രയും നാളും ആളുകളെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയില്ലേ, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് മണ്ണടിഞ്ഞു ആദർശേട്ടൻ. അങ്ങനെ AM ജ്വല്ലറി തകർന്ന് തരിപ്പണമാവുകയും സത്യസന്ധത കൊണ്ട് മുന്നേറിയ മൂർത്തീസ് ജ്വല്ലറിക്ക് വലിയ നേട്ടങ്ങളുമാണ് ഉണ്ടാവുന്നത്. AM ജ്വല്ലറിയെ തകർന്ന് തരിപ്പണമാക്കിയതിനും മൂർത്തീസ് ജ്വല്ലറിയുടെ പേര് വാനോളം ഉയർത്തിയതും കണക്കിലെടുത്ത് മുത്തശ്ശൻ ആദർശനും നയനയ്ക്കും വൻ വരവേൽപ്പാണ് നൽകിയത്. തിരിച്ചു വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും തലയുറപ്പോടും കൂടെ വരുന്ന ആദർശിനെയും നയനയും കാണുമ്പോൾ ദേവയാനിക്കെല്ലാം വളരെ സന്തോഷമാവുകയാണ്. മുത്തശ്ശിയെല്ലാം ഓടി വന്ന് കെട്ടിപ്പിടിച്ചാണ് ആദർശിനെയും നയനയും വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി പത്തരമാറ്റിലുള്ളത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.